ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. സെറാഡൂറ പുഡിംഗ് ആണ് ചെയ്യുന്നത്. ഒരു ഗോവൻ സ്പെഷ്യൽ പുഡിംഗ് ആണിത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് പൊതുവേ ഇതിന് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാനിവിടെ മെമ്മറീസിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്, അഥവാ മിൽക്ക് മെയ്ഡ്. ഇത് ഹോം മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഗ്ലാസ്സിലാണത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൗഡർ പോലെ പൊടിച്ച് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഗ്ലാസ് മാത്രമല്ല, പുഡിംഗ് ട്രേയിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണത്. ഇതിലേക്ക് 2 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. മധുരമില്ലാത്ത ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് അധികം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ വലിയ സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രമേ നോസിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം നിറച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലും മുകളിലൊക്കെ ഇടാനായിട്ട് കുറച്ച് ബദാം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയിൽ നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ, അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ഈ 3 ഗ്ലാസ്സിലായിട്ട് ഫസ്റ്റ് ലെയറായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് പൗഡറാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രീം ആണെങ്കിലും ബിസ്ക്കറ്റ് പൗഡർ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ വീതം എല്ലാ ഗ്ലാസ്സിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ലെയറായിട്ട് കുറച്ച് ബദാം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ചേർക്കാം, ചെറീസ് ഉണ്ടെങ്കിൽ ചേർക്കാം, ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 4ാമത്തെ ലെയറായിട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റ് പൗഡറും അതിൻ്റെ മുകളിലായിട്ട് നട്ട്സും ആക്കി കൊടുക്കാം. അങ്ങനെ നമുക്കിത് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ബിസ്ക്കറ്റ് പൗഡറും അതുപോലെ ക്രീമും നട്ട്സും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി വെച്ച് കൊടുക്കാം.
നമ്മളെ പുഡിങ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 3 മണിക്കൂറിന് ശേഷം പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഞാനൊരു പുഡിംഗ് ട്രേയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ലെയറായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഗ്ലാസ്സിലാണെങ്കിലും പുഡിംഗ് ട്രേയിലാണെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. മാത്രമല്ല വളരെ ഈസിയാണ്. തീ പോലും കത്തിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണിത്. പേരൊക്കെ കേട്ടാൽ നല്ല എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും, സെറാഡൂറ പുഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിംഗ് ആണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്